Okay, students, now let us consider for serial programming what will be the value to be loaded into TH1. Okay, our TH1 value എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ആ എക്സാമ്പിൾ പ്രകാരം നമ്മളിപ്പോൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി, അതായത് 8051 വർക്ക്സ് വിത്ത് ക്രിസ്റ്റൽ ഓസിലേറ്റർ അല്ലേ, ക്രിസ്റ്റൽ ഓസിലേറ്റർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിന് ക്ലോക്ക് സിഗ്നൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വാല്യൂ എത്രയാണ്? ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 11.0592 മെഗാ ഹെർട്സ്. ഓക്കെ, അത്രയുള്ള ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ആവശ്യമുള്ളത് ബോർഡ് റേറ്റ് സപ്പോസ് 9600 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്കിപ്പം പി സിൻ്റെ ബോർഡ് റേറ്റ് അനുസരിച്ചാണ് ആക്ച്വലി അത് കമ്പാറ്റബിൾ ആയിരിക്കണം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ബോർഡ് റേറ്റ്സ് യൂസ് ചെയ്യുന്നത്, ബോർഡ് റേറ്റ് എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ട്രാൻസ്മിഷൻ ആസ് വെൽ എസ് റിസപ്ഷൻ ആണ്. അപ്പോൾ ആ ഒരു ബോർഡ് റേറ്റ് ഇറ്റ് ഹാസ് ടു ബി കമ്പാറ്റബിൾ വിത്ത് ദ പി സി ബോർഡ് റേറ്റ്. അപ്പോൾ പി സി ബോർഡ് റേറ്റ് പ്രകാരം നമുക്ക് ചില വാല്യൂസ് ഉണ്ട്. അതായത് ഇപ്പം എന്താണ് 9600 ഉണ്ട്, ദെൻ 4800, അങ്ങനെ അതിൻ്റെ ഫിക്സ്ഡ് വാല്യൂസ് ഉണ്ട്. അത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ 9600 ആണ് എൻ്റെ ബോർഡ് റേറ്റ് എങ്കിൽ, ഓക്കെ, എൻ്റെ പ്രോഗ്രാമിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബോർഡ് റേറ്റ് 9600 ആണ്. അപ്പോൾ TH1ൻ്റെ വാല്യൂ എന്തായിരിക്കണം അത് നമ്മൾക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി 11.0592 മെഗാ ഹെർട്സ് ആണ്. ഓക്കെ, ഇനി അതിൻ്റെ മെഷീൻ സൈക്കിൾ ഫ്രീക്വൻസി കിട്ടണമെങ്കിൽ, മെഷീൻ സൈക്കിളിൻ്റെ ഫ്രീക്വൻസി കിട്ടണമെങ്കിൽ അത് ഡിവൈഡഡ് ബൈ 12 ആണ്. അതായത് ഇൻറ്റേർണലി 8051 വിൽ ഡിവൈഡ് ദ ഫ്രീക്വൻസി, ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ബൈ 12. അതാണ് ആക്ച്വലി മെഷീൻ സൈക്കിൾ ഫ്രീക്വൻസി. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി അത് ഡിവൈഡ് ചെയ്യുന്നത്, അത് ഡിഫോൾട്ടായിട്ട് ഡിവൈഡ് ബൈ 12 ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 921.6 കിലോ ഹെർട്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഫ്രീക്വൻസി പ്രൊവൈഡഡ് ബൈ UART ടു ദ ടൈമർ 1. അതായത് ഇപ്പോൾ UART ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ എന്താണ്, യൂണിവേഴ്സൽ സിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ ആണ്. ഓക്കെ, അതാണ് ആക്ച്വലി 8051 അപ്പോൾ അത് എന്ത് ചെയ്യുന്നു വെച്ചാൽ അതൊരു ഫ്രീക്വൻസി പ്രൊവൈഡ് ചെയ്യുന്നു ടൈമർ 1ലേക്ക്. അത് ചെയ്യാൻ വേണ്ടി ഡിവൈഡ് ബൈ 32 ആണ് ചെയ്യുന്നത്. അപ്പോൾ UART വിൽ ഡിവൈഡ് ദ ഫ്രീക്വൻസി, മെഷീൻ സൈക്കിൾ ഫ്രീക്വൻസി ബൈ 32. So we get that is 921.6 kilohertz divided by 32. അപ്പോൾ കിട്ടുന്നത് എത്രയാണ്? 28,800 ഹെർട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി ഫ്രീക്വൻസി പ്രൊവൈഡഡ് ടു ദ ടൈമർ 1. ഇനി നമുക്കൊരു ബോർഡ് റേറ്റ് 9600 വേണമെങ്കിൽ, അതായത് ശരിക്കും പറഞ്ഞാൽ ഫ്രീക്വൻസി എന്താണ്? അപ്പോൾ നമുക്കിപ്പോൾ ഇത്ര സൈക്കിൾസ് പെർ സെക്കൻഡ് ആണല്ലോ വേണ്ടത്. പക്ഷേ ബോർഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത്ര ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ആ ഒരു ബോർഡ് റേറ്റ് കിട്ടണമെങ്കിൽ, അതായത് 9600 ബോർഡ് റേറ്റ് കിട്ടണമെങ്കിൽ ടൈമർ TH1 വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ ഒരു 28800 വിൽ ബി ഡിവൈഡഡ് ബൈ 9600. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 3 ആണ്. റൈറ്റ്, അപ്പോൾ 3 ആണ് വാല്യൂ. ഇനി ആ 3 എന്ന് പറയുന്നത് ആക്ച്വലി ഡെസിമൽ വാല്യൂ ഓഫ് TH1 എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് ദ ആൻസർ ഇൻ സ്റ്റെപ്പ് 3 ആണ്. ശരിക്കും ഇപ്പം നമുക്ക് 3 ആണ് കിട്ടുന്നത് ഡിവൈഡ് ചെയ്തിട്ട്, പക്ഷേ നമ്മൾ ആക്ച്വൽ വാല്യൂ TH1 കൊടുക്കേണ്ട വാല്യൂ എന്താണ്? അതിൻ്റെ നെഗറ്റീവ് വാല്യൂ ആണ്, -3 ആണ്. ഓക്കെ, അത് ആ -3 അതിൻ്റെ ഹെക്സ് ആണ് പിന്നീട് ആക്ച്വലി TH1 ഇടുന്നത്. ഓക്കെ, ഐദർ -3 അത് ഡെസിമൽ, അല്ലെങ്കിൽ -3 അതിൻ്റെ ഹെക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 3 എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ദാറ്റ് മീൻസ് ഒരു ഹൈ വാല്യൂ, അതായത് ഇപ്പോൾ ഒരു FFH നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു FF ആണ് തുടങ്ങുന്നതെങ്കിൽ ശരിക്കും ഈ കൗണ്ടർ അത് ടിക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ടിക്ക് വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ 0 ആയിക്കഴിഞ്ഞാൽ അത് ഓവർഫ്ലോ ആവും. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു കൗണ്ട് കൊടുത്തു, ആ കൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് എന്താണ്, ഇറ്റ് വിൽ കൗണ്ട്. ഓക്കെ, കൗണ്ട് ഇൻക്രിമെൻ്റ് വരുന്നത് 0, 1, 2, 3 അങ്ങനെ വരും. ഇനി FF ആണെങ്കിൽ വീണ്ടും അത് ശരിക്കും പറഞ്ഞാൽ അത് ഡിക്രിമെൻ്റ് ആവും കൗണ്ട്. അപ്പോൾ FF പിന്നെ FE, FD അങ്ങനെ വരും. സോ അതായത് 3 പ്രാവശ്യം ടിക്ക് കൊടുത്താലാണ് നമുക്ക് 9600 ബോർഡ് റേറ്റ് കിട്ടാം. 3 ടിക്ക്, അതായത് 3 പ്രാവശ്യം അത് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, 3 പ്രാവശ്യം മാക്സിമം എടുത്തിട്ട് 3 പ്രാവശ്യം അത് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9600 ബോർഡ് റേറ്റ് കിട്ടും. അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ 3 ആണ് ഇപ്പം ഞാൻ കണ്ടുപിടിച്ച വാല്യൂ. സപ്പോസ് ഇപ്പം 9600 പകരം വേറെ ഏതെങ്കിലും ബോർഡ് റേറ്റ് ആണെങ്കിൽ അതനുസരിച്ച് നമ്മളത് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, 28800 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എപ്പോഴും. 28800 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് എന്താണ് ബോർഡ് റേറ്റ് അത് വെച്ച് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ, അതിൻ്റെ നെഗറ്റീവ് വാല്യൂ ആണ് ഡെസിമൽ വാല്യൂ ടു ബി ലോഡഡ് ഇൻ ടു TH1. ഓക്കെ, അത്ര മനസ്സിലാക്കാം. ഇനി ഇപ്പം നമുക്കിപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഓപ്പറേഷൻ കണ്ടോ. അതായത് ക്രിസ്റ്റൽ ഓസിലേറ്റർ
11.0592 megahertz, which will be divided by 12 internally by 8051 to get the machine cycle frequency 921.6 kilohertz. Then it is divided, that is വീണ്ടും അത് UART ഡിവൈഡ് ചെയ്യും by 32 to give it to the timer. So timer 1ൽ കൊടുക്കുന്ന ഫ്രീക്വൻസി എത്രയാണ്? 28,800 hertz. Okay, to set the baud rate. അപ്പോൾ നമുക്ക് വേണ്ടത് 9600 baud rate ആണ്. അതനുസരിച്ച് വാല്യൂ ഇത്രയാണ് കിട്ടുക. സോ ഇനി നമുക്ക് അവിടെ ആ ഒരു baud rate നമുക്ക് കിട്ടുന്നത് 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, സോ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 9600 കിട്ടി. അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ -3 ആണ് ആക്ച്വലി അതിൻ്റെ വാല്യൂ ഡെസിമൽ. ഇനി ഹെക്സ് കാണുന്നത് FD ആണ്. അത് നിങ്ങൾ കാൽക്കുലേറ്ററിലൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, ഈ ഒരു വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു കാൽക്കുലേറ്ററിൽ -3 കൊടുക്കാം. ഓക്കെ, ഇനി -3 കൊടുത്തു കഴിഞ്ഞിട്ട് അതിനെ, അതായത് ഡെസിമൽ ആണല്ലോ, ഇനി അത് ഹെക്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഹെക്സിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ അത് ആക്ച്വലി വരുന്നത് വലിയ വാല്യൂസ് ആയിരിക്കും. പക്ഷെ നമ്മൾ ലാസ്റ്റ് 2 ബിറ്റ്സ് മാത്രമേ എടുക്കൂ. കാരണം ലാസ്റ്റ് 2 വാല്യൂസ് മാത്രമേ എടുക്കൂ. കാരണം അത് 8 ബിറ്റ് ആയതുകൊണ്ട്. TH1 8 ബിറ്റ് രജിസ്റ്റർ അല്ലേ, അപ്പോൾ നമുക്ക് 8 ബിറ്റ് വാല്യൂ അല്ലേ അതിൽ ലോഡ് ചെയ്യാൻ പറ്റൂ. സോ ലാസ്റ്റ് 2 ബിറ്റ്സ് മാത്രം എടുക്കുക, 2 വാല്യൂസ്. അതായത് ഇവിടെ ഈ കേസിൽ FD ആണ്. അത് നിങ്ങൾ നോക്കിയാൽ മതി, കാൽക്കുലേറ്ററിൽ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ചെക്ക് ചെയ്തിട്ട് അത് നോക്കണേ, എന്തെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ അതെന്ന് വെച്ചാൽ FD ആണ് നമ്മൾ വാല്യൂ ലോഡ് ചെയ്യേണ്ടത് TH1ൽ. ഓക്കെ, സോ അപ്പോൾ അത് മനസ്സിലായല്ലോ TH1ൽ ലോഡ് ചെയ്യേണ്ട വാല്യൂ എന്താണെന്ന്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇനി നമ്മൾ ആദ്യത്തെ 3 സ്റ്റെപ്സ് ക്ലിയർ ആയല്ലോ. ദാറ്റ് ഈസ് 3 രജിസ്റ്റേഴ്സിൽ വാല്യൂസ് ലോഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് TMODൽ 20H, SCONൽ 50H, then TH1ൽ FDH. Okay, so next we will see the programming.